മനുഷ്യൻ്റെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളും പരാജയത്തിൻ്റെയും തോൽവിയുടെയും ഒക്കെ അനുഭവങ്ങൾ കടന്നു വരും. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ കർത്താവിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ നമ്മൾ പുറകോട്ട് പോകരുത്. ദൈവം നിന്നെ വഴി നടത്തും. ദൈവം നിന്റെ കയ്യിൽ നിന്ന് പിടിവിടത്തില്ല. ദൈവം നമ്മളെ പിടിച്ചിട്ടുണ്ട്, നമ്മളെ താങ്ങിയിട്ടുണ്ട്. ഒരു നാളും നിങ്ങളെ ഞാൻ അനാഥരായിട്ട് വിടുകയില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെയും ഞാൻ തള്ളിക്കളയത്തില്ല. ദൈവത്തിൻ്റെ സ്വഭാവം അതാ, ആരെയും തള്ളിക്കളയത്തില്ല. എത്ര വലിയ പാപിയാണെങ്കിലും, ഏതൊക്കെ വഴി ജീവിച്ച വ്യക്തിയാണെങ്കിലും, നീ ദൈവത്തിൻ്റെ തിരുമുമ്പിലേക്ക് കടന്നു എന്നോ കർത്താവ് നിന്നെ സ്വീകരിച്ചിരിക്കും. ഷൂർ മരുഭൂമിയിലൂടെ അലഞ്ഞ ജനം ദൈവത്തിനെതിരെ, മോശക്കെതിരെയൊക്കെ പിറുപിറുക്കുന്നുണ്ട്. മാറായെത്തിയ ദൈവത്തിൻ്റെ ജനം കാണുകയാണ് വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലം. അവർ ആർത്തിയോടെ വെള്ളം കോരി കുടിച്ചു. പക്ഷെ ആ വെള്ളത്തിന് വലിയ കയ്പായിരുന്നു, വലിയ കയ്പ്. ആ വെള്ളം ഇറക്കിൻ്റെ ആ കയ്പുള്ള വെള്ളം അവർ തുപ്പിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നു അതിനുശേഷം അവർ ദൈവത്തെ ശപിച്ചു കാണും, മോശയെ ശപിച്ചു കാണുമായിരിക്കാം. ആർത്തിയോടെ കുടിച്ച വെള്ളത്തിനും കയ്പ്. മോശ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. കാരണം ആ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കാനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത് ചുമതലപ്പെടുത്തിയിരിക്കുന്ന മോശയാണ്. മോശ നിലവിളിച്ചപ്പോൾ തന്നെ സ്വർഗം തുറക്കപ്പെട്ടു. കർത്താവ് ഉത്തരം കൊടുക്കുകയാണ്. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ നിലവിളിക്ക്, പ്രാർത്ഥനയ്ക്ക് ഉടൻ ഉത്തരം കർത്താവ് നൽകും. അത് തർക്കമറ്റ കാര്യമാണ്. ആ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എത്രമാത്രം ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്നുവോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നുവോ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ എത്രമാത്രം വിശുദ്ധിയിലായിരിക്കുന്നുവോ, അതനുസരിച്ച് അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം മറുപടി നൽകുന്നവനാ. ഉറപ്പാ, വിളിച്ചപേക്ഷിച്ചാൽ മറുപടിയുണ്ട്. നമ്മുടെ ദൈവം സർവശക്തനാണ്, ജീവിക്കുന്ന ദൈവമാണ്, സർവ്വവ്യാപിയാണ്, എല്ലാറ്റിൻ്റെയും ഉടയവനാണ്. അവിടുത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമേ ഇല്ല. ദൈവമായ കർത്താവ്, യഹോവയായ ദൈവം മോശയ്ക്ക് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. കർത്താവാണ് തടിക്കഷ്ണം കാണിച്ചു കൊടുത്തത്. അതായത് ആ വെള്ളം കയ്പാണ്. ആ കയ്പ് മാറ്റുവാനായിട്ട് മോശയ്ക്കോ ആ ജനത്തിനോ ഒന്നും ചെയ്യാനില്ല. ആ കയ്പ് മാറ്റുവാനായിട്ട് ദൈവത്തിനെ പറ്റൂ. കാരണം ആ വെള്ളം കയ്പാണെന്ന് ദൈവത്തിനറിയാം. ആ കയ്പിൻ്റെ കാരണം എന്താണെന്ന് ദൈവത്തിനറിയാം. അത് നിന്റെ ജീവിതത്തിലെ കയ്പിൻ്റെ കാരണം ദൈവത്തിനറിയാം. ആ കാരണത്തെ കർത്താവ് മാറ്റിത്തരും. ആ കയ്പ് മാറ്റി നിന്റെ ജീവിതത്തെ മധുരമാക്കാനും കർത്താവിന് പറ്റും. അപ്പോൾ ആ മാറായിലെ വെള്ളത്തിൻ്റെ കയ്പ് മാറ്റാനുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഉത്തരം, അത് ദൈവം തന്നെ മോശയ്ക്ക് കൊടുക്കുക. ആ ഉത്തരം ഇതാണ്. ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു, അതിനകത്ത് വെള്ളത്തിടാൻ പറയുക. വെള്ളത്തിലിട്ടു. ദൈവം പറഞ്ഞത് അനുസരിച്ചു. ഒരു തടിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ കയ്പുള്ള വെള്ളം മധുരമാകുമോ എന്ന് മോശയ്ക്ക് മറു ചോദ്യമില്ല. ഹല്ലേലൂയ. മോശയ്ക്ക് മറു ചോദ്യമില്ല, മോശയ്ക്ക് സംശയമില്ല. അതാണ് മോശയുടെ വിശ്വാസം. കയ്പുള്ള വെള്ളത്തിലേക്ക് ഒരു തടിക്കഷ്ണം ഇട്ടാൽ അതങ്ങനെ മധുരമുള്ളതായി തീരും. മോശ അങ്ങനെ ചിന്തിക്കുന്നില്ല, അങ്ങനെ ദൈവത്തോട് ചോദിക്കുന്നില്ല. ദൈവം പറഞ്ഞു, അത് വിശ്വസിച്ച് ആ തടിക്കഷ്ണം വെള്ളത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ദൈവം പറയുന്നത്
അനുസരിക്കുക. ദൈവം പറയുന്നതിന് വേണ്ടി നമ്മുടെ കാതുകളെ നമ്മൾ തുറന്നു കൊടുക്കുക. ദൈവത്തോടു കൂടെ നടക്കുന്നവരോട് ദൈവം സംസാരിക്കും. ദൈവം ഏൽപ്പിച്ച ചുമതലകൾ വിശ്വസ്തയോടെ ചെയ്യുന്നവരെ ദൈവമാണ് പരിപാലിക്കുന്നത്, മനുഷ്യനല്ല. നമ്മുടെ കയ്പ് നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളെ മധുരമുള്ളതാക്കി മാറ്റുന്നത് കർത്താവാണ്. മോശ ദൈവം പറഞ്ഞ് വിശ്വസിച്ചു, ആ തടി കഷ്ണമെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. എന്തൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. ഇത് വലിയൊരു മിറക്കിളാ. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ അവിടെ സംഭവിക്കുക. ഒരു തടിക്കഷ്ണം വെള്ളത്തിൽ വീണപ്പോൾ കയ്പുള്ള വെള്ളം ഇതാ മധുരമുള്ളതായിട്ട് മാറുന്നു. ഇത് അസാധാരണമായ ഒരു ദൈവപ്രവൃത്തിയാണ്. കയ്പുള്ള വെള്ളം ഒരു തടിക്കഷ്ണം ഇട്ടാൽ മധുരമുള്ളതായിട്ട് മാറുന്നു. ജനം വെള്ളം കുടിച്ചു, അവർ ആർത്തിയോടെ കുടിച്ചു. കാരണം ആ വെള്ളത്തിന് വലിയ ഒരു മധുരമുണ്ട്, വലിയൊരു ടേസ്റ്റുണ്ട്. നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നുണ്ട്, കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കുന്നുണ്ട്. വെള്ളത്തെ വീഞ്ഞാക്കുന്നു. അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു, ബെസ്റ്റായിരുന്നു. ഇവിടെ ഇതേ കയ്പുള്ള വെള്ളത്തെ മധുരമുള്ള വെള്ളമാക്കി മാറ്റുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു വലിയ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തിയാണിത്. ആ ജനം മുഴുവൻ വെള്ളം കോരി കുടിക്കുവാൻ തുടങ്ങി, ആർത്തിയോടെ കുടിച്ചു. അവിടെയുള്ള പാത്രങ്ങൾ അല്ലെ തുകൽ സഞ്ചികളിൽ അവർ വെള്ളം നിറച്ചു. കാരണം ഇന്നുവരെ കുടിക്കാത്ത മധുരമുള്ള വെള്ളം കർത്താവ് ആ മരുഭൂമിയിൽ അവർക്ക് കൊടുക്കുകയാണ്. ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും ഹൃദയത്തിൽ ഉറച്ചങ്ങോട്ട് വിശ്വസിച്ചു, മധുരമേറിയ ജീവിത അനുഭവങ്ങൾ, മധുരമേറിയ ജീവിത സാഹചര്യങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഒരുക്കുന്നുണ്ട്. ഒരു മനുഷ്യന് തരാൻ പറ്റാത്ത മധുരമേറിയ ദൈവാനുഭവം, മധുരമേറിയ കുടുംബ ജീവിതത്തിലെ സന്തോഷങ്ങൾ, ജീവിത പങ്കാളി, മക്കളും കൊച്ചുമക്കളും തലമുറയായിട്ടുള്ള സന്തോഷങ്ങൾ, നിന്റെ ജീവിതത്തെ പണിതുയർത്തിക്കൊണ്ട് നിന്റെ അധ്വാനങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കാൻ പോകുന്ന ദൈവം, നിന്റെ ജീവിതത്തെ മധുരമുള്ളതാക്കുവാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. സുവിശേഷങ്ങളിൽ കാണുന്നില്ലേ, കയ്പിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ജീവിച്ചവർക്ക് മാധുര്യമേറിയ ജീവിതം യേശു കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വേണ്ടി കർത്താവ് അനുഭവം ചെയ്യും. ആ മരകഷ്ണം വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ മധുരമായിട്ട് മാറി. പുതിയ നിയമത്തിൽ നിറുകയും കുറുകയും വെച്ച് കുരിശെന്ന ആ മരകഷ്ണം, അതിൽ ക്രിസ്തു തറയ്ക്കപ്പെട്ടു. ആ കുരിശ് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും മാനവരാശിയുടെ മുഴുവൻ രക്ഷയാണ്. ആ കുരിശിലേക്ക് നോക്കുന്നവർ, ആ കുരിശിൽ മരിച്ചവനെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. നമ്മുടെ ജീവിതം കർത്താവ് മധുരമുള്ളതാക്കി മാറ്റും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നന്ദി പറയുന്നു. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജീവിതത്തെ അങ്ങ് മധുരമുള്ളതാക്കണമേ. കൈപ്പേറിയ ദുരന്ത അനുഭവങ്ങൾ, സങ്കടത്തിൻ്റെ വേദനകൾ, നൊമ്പരങ്ങൾ എടുത്തു മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ തീരാ രോഗങ്ങൾ, വ്യാധികൾ ഇപ്പോൾ സൗഖ്യമാവട്ടെ. കർത്താവേ, രോഗിയുടെ മേൽ അങ്ങയുടെ മുറിവേറ്റ കരമേൽക്കണമേ. അങ്ങ് അത്ഭുതവാനായ ദൈവമാണല്ലോ, അങ്ങ് കാരുണ്യവാനായ കർത്താവാണല്ലോ. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും, എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. കർത്താവേ, അനുകമ്പയോടെ അങ്ങയുടെ മക്കളെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. കടബാധ്യതക്കാർക്കൊരു വിടുതൽ കൊടുക്കണമേ. തകർന്ന ദാമ്പത്യ ബന്ധങ്ങളെ കർത്താവേ അങ്ങ് പുനഃക്രമീകരിക്കണമേ. ഭാര്യാഭർത്താക്കളുടെ മനസ്സുകൾ ഒന്നാവട്ടെ. യുവതിവാക്കന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവ കരുണയുടെ മഹാപ്രവാഹം കുടുംബങ്ങളിൽ ഉണ്ടാവട്ടെ. കുടുംബങ്ങളിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് മാധുര്യമേറിയ അനുഭവത്തിലേക്ക് കർത്താവെ അവരെ നയിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ അയച്ചുകൊണ്ട് വിശ്വാസത്തിലും പ്രത്യാശയിലും അവരെ നിറയ്ക്കണമേ. ആമേൻ. ഒരു നാളും നീ
അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.